600 രൂപ ചെലവിൽ 3 ഗപ്പി ടാങ്ക് ഇന്ന് നിർമ്മിച്ചു. നമ്മൾ ഫ്ലെക്സ് ഉപയോഗിച്ചിട്ടാണ് ടാങ്ക് നിർമ്മിക്കാൻ പോകുന്നത്. ഇത് 8 അടിയുടെ 50 മീറ്ററുള്ള ഒരു ഫുൾ റോള് ഞാൻ എടുത്തതായിരുന്നു. ഏകദേശം എനിക്ക് സ്ക്വയർ ഫീറ്റ് 3.5 രൂപ എക്സ്പെൻസ് വന്ന് 300 GSM-ൻ്റെ ഫ്ലെക്സ് ആണ് ഇത് ഉപയോഗിച്ചാണ് നമ്മൾ ടാങ്ക് നിർമ്മിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ടാങ്ക് നിർമ്മാണത്തിന് വേണ്ട മറ്റു മെറ്റീരിയൽസ്, ഒരു മെഷ് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഏകദേശം 4 അടി ഹൈറ്റ് വരുന്ന മെഷ് എന്നത് 2 മീറ്റർ എടുത്ത് 220 രൂപ ഒരു മീറ്ററിന് വെച്ച് 440 രൂപ അത് വന്നിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ കേബിൾ ടൈ മേടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇത് ഫ്ലെക്സ് ഒട്ടിക്കുന്ന ഗമ്മാണ് 50 രൂപ വന്നിട്ടുണ്ട്. ടോട്ടൽ ഇതിന് എക്സ്പെൻസ് വന്നത് 510 രൂപ വന്നത്. അപ്പോൾ 500 രൂപ നമ്മൾ കൊടുത്ത് 500 രൂപ നമുക്ക് ഇതിന് എക്സ്പെൻസ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ടാങ്ക് നിർമ്മാണത്തിലേക്ക് കിടക്കാം. നമ്മൾ ഈ ഒരു ടാങ്ക് ഉണ്ടാക്കാനും വേണ്ടി സ്ഥലം കണ്ടെത്തിയിട്ടുള്ളത് വീട്ടുമുറ്റത്തിനോട് ചേർന്നിട്ടുള്ള സ്ഥലം തന്നെയാണ്. ഇവിടെ മുമ്പ് വാഴ ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു. അപ്പോൾ വാഴ വെട്ടിയപ്പോൾ പിന്നെ നമ്മളിവിടെ വാഴ വെച്ചിട്ടില്ല. ഗപ്പിക്ക് വേണ്ടിയിട്ട് സ്പേസ് മാറ്റിയിട്ടേ ചെയ്തിട്ടുള്ളത്. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ ഇന്നൊരു 3 ടാങ്ക് ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. നമുക്ക് എത്രത്തോളം ഇന്ന് ഈ ടാങ്ക് നിർമ്മാണം ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് 3 ഉണ്ടാക്കാൻ പറ്റുമെന്ന് അറിയില്ല. എങ്കിലും 3 ഇന്ന് ഉണ്ടാക്കാനുള്ള പ്ലാനിങ് ആണ്. ഇത് സക്സസ് ആണെങ്കിൽ ബാക്കി സ്പേസിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, അതേ അളവിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ടാങ്ക് നിർമ്മിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്പേസ് ഇവിടെ മാറ്റിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെയായാലും ഇനി ടാങ്ക് നിർമ്മാണത്തിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ ടാങ്ക് നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ഫ്ലെക്സ് ഇതിന്ന് ഈ റോളിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഏകദേശം ഞാനൊരു 54 ഇഞ്ച് സൈസ് വെച്ചിട്ട് ഞാൻ നീളത്തിൽ കട്ട് ചെയ്തിട്ടൊരു പീസ് എടുക്കാൻ പോവാണ്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പീസിനെ 2 ആക്കി പാർട്ടീഷൻ ചെയ്യണം. അങ്ങനെ നമ്മളിവിടെ ഫൈനലി ഒരു ഫ്ലെക്സിന്റെ ഷീറ്റ്, നമ്മൾ ടാങ്ക് നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ഫ്ലെക്സിന്റെ ഷീറ്റ് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിവിടെ എടുത്തുള്ള ഈ ഒരു ഷീറ്റിന്റെ അളവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 50 ഇഞ്ചും അതുപോലെ തന്നെ 54 ഇഞ്ചും എടുത്തുള്ളത്. നീളവും വീതിയും 50 ഇഞ്ചും 54 ഇഞ്ചും എടുത്തുള്ളത്. നമ്മളിങ്ങനെ റൗണ്ടിൽ നമ്മൾ ടാങ്ക് നിർമ്മിക്കുന്ന സമയത്ത് കറക്റ്റ് സ്ക്വയർ ആയിട്ടുള്ള ഷീറ്റ് ഉപയോഗിക്കാൻ ശ്രമിക്കണം. നമ്മളിന്ന് ഇവിടെ എടുത്തുള്ള വെച്ചാൽ നമുക്ക് 8 അടിയുടെ റോളാണ് നമുക്ക് വരുന്നത്. അപ്പൊ ഈ 8 അടിയുടെ റോളിൽ നിന്ന് നമുക്ക് 4 അടിയുടെ 2 പീസ് ആക്കിയിട്ടാണ് നമുക്ക് ഈ കട്ട് ചെയ്യേണ്ടത് ഫ്ലെക്സ്. നമ്മളത് 5 അടിയുടെ പീസാക്കി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 3 അടി വേസ്റ്റ് ആവും. അപ്പൊ നമ്മൾ ഒരു റോളിൽ നിന്ന് തന്നെ 2 ടാങ്ക് നിർമ്മിക്കുക എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ ഒരു പീസ് എടുത്തുള്ളത്. അപ്പൊ നമ്മൾ ഒരു സൈഡ് കൂടുതൽ എടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 54 ഇഞ്ച് എടുക്കാനുള്ള കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ 2 അടിയുടെ ഡയ ആയിട്ടുള്ള സർക്കിൾ കിട്ടുന്ന ഒരു ടാങ്കാണ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ഒരു സൈഡ് നമ്മൾ 54 ഇഞ്ചിന് റിമൗട്ട് ചെയ്യുന്ന സമയത്ത്, അതായത് ഈ ടാങ്കിന്റെ പുറത്ത് നമ്മൾ 1 അടി ഹൈറ്റ് ആണ് ടാങ്ക് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ 1 അടി ഹൈറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ റിമൗട്ട് ചെയ്യാൻ ഉണ്ടാവില്ല, 1 ഇഞ്ചായിട്ട് നമുക്ക് ചിലപ്പം കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ഈ 2 സൈഡ് നമ്മൾ 54 ഇഞ്ച് ഇട്ടെങ്കിൽ ആ സൈഡിലേക്ക് നമുക്ക് നല്ല രീതിയിൽ റിമൗട്ട് ചെയ്യാൻ പറ്റും. ബാക്കി 2 സൈഡിൽ നമുക്ക് 1 ഇഞ്ച് റിമൗട്ടിന്റെ ദൂരം. നമുക്കത് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. ഫ്രണ്ട്സ്, നമ്മൾ ആദ്യം ഒരു ഷീറ്റ് എടുക്കുക. ഷീറ്റ് എടുത്തിട്ട് നമ്മൾ ഇതിന്റെ സെന്റർ ഭാഗം ആദ്യം കാണണം. ഞാൻ ഇതിന്റെ നീളവും വീതി നോക്കിയിട്ട് ഇതിന്റെ സെന്റർ ഭാഗം കണ്ട് ഇനി നമുക്ക് 2 അടിയുടെ ഒരു സർക്കിളാണ് നമുക്കിവിടെ വരക്കേണ്ടത്. അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു കയർ എടുത്തിട്ടുണ്ട്. കയർ എടുത്തിട്ട് ആദ്യം ഞാൻ എന്ത് ചെയ്ത് 1 അടി ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി 1 അടി മാർക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ഒരു സർക്കിൾ വരക്കണം. ഈ 1 അടി മാർക്ക് ചെയ്ത് നമ്മൾ സർക്കിൾ വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയല്ലേ 2 അടിയുടെ സർക്കിൾ ആയിരിക്കും കിട്ടുക. അപ്പൊ സെന്റർ ഭാഗത്ത് നമ്മൾ വെച്ചിട്ട് നമ്മൾ വരക്കേണ്ട. നമ്മൾ എടുത്തിട്ടുള്ള ഫ്ലെക്സ് ഷീറ്റിൽ നമ്മളിപ്പോൾ 2 സർക്കിൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ആ സെൻറ്റർ ഭാഗത്ത് കാണുന്ന ഫസ്റ്റ് വരുന്ന സർക്കിളാണ് നമ്മുടെ ടാങ്ക് എന്ന് പറയുന്നത്. രണ്ടാമത് മാർക്ക് ചെയ്തിട്ടുള്ള സർക്കിളാണ് നമ്മുടെ ടാങ്കിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇത് ഫോൾഡ് ചെയ്യണം. ഇത് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു മാർക്ക് ഇടണം. ആ മാർക്ക് വെച്ചിട്ട് കറക്റ്റ് ഫോൾഡ് ചെയ്യുന്ന സമയത്താണ് നമുക്കിത് റൗണ്ട് ഷേപ്പിൽ ഈ കാണുന്ന രണ്ടാമത് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഹൈറ്റ് ഉണ്ടല്ലോ, ആ ഹൈറ്റ് കറക്റ്റ് ഇതിൻ്റെ മുകളിലേക്ക് കറക്റ്റ് വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് മാർക്ക് ചെയ്യില്ല എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അത് മാർക്ക് ചെയ്തിട്ട് നമുക്കത് ഒട്ടിക്കാം. ഈ ഫ്ലെക്സ് ഷീറ്റിൻ്റെ മധ്യഭാഗത്തായിട്ട് നമ്മളൊരു സർക്കിൾ വരച്ച്, ആ സർക്കിളാണ്
നമ്മുടെ പോണ്ട് കേട്ടോ. ആ പോണ്ടിൻ്റെ ഹൈറ്റാണ് അതിന് പുറത്ത് വരച്ചിട്ടുള്ള സർക്കിൾ. ആ പുറത്ത് വരച്ചിട്ടുള്ള സർക്കിളിനെ തന്നെ നമ്മൾ 8 ആക്കിയിട്ട് ഇവിടെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ആ 8 ആക്കി മാർക്ക് ചെയ്ത സ്ഥലത്താണ് നമ്മൾ ഫോൾഡിങ്ങിന് വേണ്ടിയിട്ട് വേറെ സെപ്പറേറ്റ് ഒരു മാർക്ക് കൊടുക്കാൻ പോവുകയാണ്. നമ്മളിപ്പോൾ ഫ്ലെക്സ് ഫോൾഡ് ചെയ്യാനുള്ള മെഷർമെൻറ്റ് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ മെഷർമെൻറ്റ് എങ്ങനെ നമ്മൾ അടയാളപ്പെടുത്തിയത് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ സെൻറ്റർ ഭാഗത്ത് കാണുന്നതാണ് നമ്മുടെ കുളം എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇവിടുന്ന് ഇങ്ങോട്ട് കാണുന്നതാണ് നമ്മുടെ കുളത്തിൻ്റെ ഹൈറ്റ് വരുന്നത്. ഈ മെഷർമെൻറ്റ് നമ്മൾ അടയാളപ്പെടുത്തിയത് കുളത്തിൻ്റെ ഹൈറ്റ് ഇൻറ്റു പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈയുടെ വാല്യൂ 3.14. അതായത് കുളത്തിൻ്റെ ഹൈറ്റ് ഇപ്പോൾ നമുക്ക് വരുന്നത് 26 സെൻറ്റിമീറ്റർ വരുന്നുള്ളൂ. അപ്പോൾ 26 ഇൻറ്റു 3.14 ഡിവൈഡഡ് ബൈ 4 അപ്പോൾ കിട്ടുന്ന അളവ്, അതായത് ഏകദേശം 20 സെൻറ്റിമീറ്റർ പ്ലസ് ഉണ്ട്, അതായത് 20.47 വരും. അതാണ് നമ്മളിവിടെ അടയാളപ്പെടുത്തിയത്. അതായത് ഒരു 10 സെൻറ്റിമീറ്റർ ഇങ്ങോട്ടും 10 സെൻറ്റിമീറ്റർ ഇങ്ങോട്ടും വെച്ചിട്ട് നമ്മളിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിന് ചുറ്റും നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ 8 പാർട്ടീഷൻ ചെയ്തതിൻ്റെ അവിടെ മൊത്തം നമ്മൾ എന്ത് ചെയ്യും ഇതുപോലെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈസി ആയിട്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമ്മളിത് പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു അറ്റം ഇങ്ങോട്ട് കൊണ്ടുവരിക. ഈ ഫ്ലെക്സിൻ്റെ ഷീറ്റ് ഇങ്ങനെ പൊക്കിയിട്ട് ഈ ഒരു അറ്റം ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഈ ഭാഗം ലൈന് അകത്തേക്കൊണ്ട് വലിച്ച് പിടിച്ചാൽ മതി. എന്നിട്ട് എന്ത് ചെയ്യും, ഈ ഭാഗം മൊത്തം എന്ത് ചെയ്യുക, ഗമ്മിട്ടുണ്ട് ഒട്ടിച്ചാൽ മതി. ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇത് സെറ്റായി അവിടെ ഇരിക്കും. അതേപോലെ തന്നെ എല്ലാ സൈഡും വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, ഈ ലൈന് ഇവിടെ വന്ന് നിൽക്കും. എങ്ങനെ, ഇതിൻ്റെ ഒപ്പത്തിന് ഇതേമാതിരി ഹൈറ്റിൽ വന്ന് നിൽക്കും. അപ്പോൾ റൗണ്ടിലൊരു ടാങ്ക് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഓൾറെഡി തുടക്കത്തിൽ നമ്മൾ കാണിച്ച മെഷ്, ആ മെഷ് ഇതേ അളവിൽ, അതായത് ഈ കാണുന്ന അതേ ചുറ്റളവിൽ നമ്മൾ മെഷ് കൊണ്ടുവച്ച് കൊടുക്കും. എന്നിട്ട് ഈ ഫ്ലെക്സ് എന്ത് ചെയ്യും, അതിൻ്റെ അകത്തേക്ക് ഇറക്കി വെക്കും, ഒന്ന് റിമൗട്ട് ചെയ്യും. അത്ര മാത്രമേ ചെയ്യുള്ളൂ. അങ്ങനെ നമ്മൾ എടുത്തിട്ടുള്ള 3 ഷീറ്റും നമ്മൾ മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മാർക്ക് ചെയ്ത സ്ഥലങ്ങളൊക്കെ നമുക്ക് ജോയിൻ ചെയ്തിട്ട് ഒട്ടിക്കണം. ഒട്ടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഫ്ലെക്സ് ഒട്ടിക്കുന്ന പശയാണ്. അപ്പോൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. അപ്പോൾ എല്ലാന്നുണ്ടെങ്കിൽ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കാനുള്ള നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഒട്ടിക്കാൻ പോകണം. ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ നമ്മൾ എവിടെയാണ് സൈറ്റ് കണ്ടുള്ളത് ആ സൈറ്റ് കൊണ്ടിട്ട് ഇത് ഫിക്സ് ചെയ്യലാണ്. അങ്ങനെ നമ്മൾ മെഷർമെൻ്റ് എടുത്തതും മാർക്ക് ചെയ്തതൊക്കെ നമ്മളിവിടെ എന്ത് ചെയ്ത് ജോയിൻ ചെയ്തിട്ട് നമ്മളിവിടെ ഫ്ലെക്സ് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒന്ന് തുറന്നു നോക്കാം. നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഏകദേശം 1 അടി ഹൈറ്റ്, ഏകദേശം 10 ഇഞ്ച് ഹൈറ്റ് ഇതിന് ഉണ്ട്. നമ്മൾ 2 അടിയാണ് ഇതിൻ്റെ സർക്കിൾ മാർക്ക് ചെയ്തത് സെൻറ്ററിൽ. ആ സർക്കിളാണ് ഇപ്പോൾ ഇത്. ഇത് അത് പുറത്തേക്ക് പേസ്റ്റ് ചെയ്തപ്പോൾ വന്ന എക്സസ് ആണ് വന്നുള്ളത്. ഇതിനിങ്ങനെ മടങ്ങിയിട്ട് എന്ത് ചെയ്യും, നമുക്ക് ഇവിടെ റിമോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ സിമ്പിളായിട്ട് തന്നെ ഇതിപ്പോൾ ചെയ്തെടുത്തെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഒട്ടിച്ചെടുക്കാൻ കുറച്ച് പണി ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് കാര്യമായിട്ട് ആ സമയത്ത് വീഡിയോ എടുക്കാനും പറ്റിയിട്ടില്ല. ഇതാ ഇപ്പോൾ നിങ്ങൾ കണ്ടില്ല മാർക്ക് നേരത്തെ കാണിച്ചിരുന്നില്ല, അതേപോലെ. അപ്പോൾ ഓരോരുത്തരുടെ ഐഡിയക്ക് അനുസരിച്ച് ഒട്ടിക്കുക. ആ മാർക്കിങ് കറക്റ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സർക്കിൾ കിട്ടും. പിന്നെ ടാങ്ക് നിർമ്മാണം ഇപ്പോൾ ഏകദേശം ഇവിടെ കഴിഞ്ഞെങ്കിൽ ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഷേപ്പ് ഇങ്ങനെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതിൻ്റെ സെൻറ്റർ ഭാഗം കറക്റ്റ് സർക്കിൾ തന്നെയാണ്. ഇനി നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള മെഷ് ഉണ്ട്, ആ മെഷ് റൗണ്ടിൽ വെച്ചിട്ട് ഇത് സെൻറ്ററിൽ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. പിന്നെ ഇവിടെ നമ്മൾ ശരിക്കും ഗം ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ ഇവിടെ എക്സസൈസ് നിൽക്കുന്നതൊന്നും നിങ്ങൾ വലിയ ബോറാന്ന് വിചാരിക്കേണ്ട. അത് നമുക്കിങ്ങനെ റിമോട്ട് ചെയ്ത് മടക്കി വെക്കാവുന്നതാണ്. അത് ഞാൻ കാണിച്ചു തരാം. ഇനിയിപ്പോൾ നമുക്ക് എങ്ങനെയാലും പുറത്തേക്ക് പോവാം. നമ്മളിപ്പോൾ ഈ സ്ഥലം വൃത്തിയാക്കിയിട്ട് ഇവിടെ നമ്മൾ സ്കെച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു റൗണ്ടിനനുസരിച്ചിട്ട് വേണം നമ്മൾ കൊണ്ടുവന്നുള്ള മെഷ് വെക്കാൻ. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാലും മെഷ് വെക്കാം. ഈ 3 ടാങ്കാണ് നമ്മൾ ഇന്ന് നിർമ്മിച്ച് തീർക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സമയം ഉണ്ടെങ്കിൽ നമുക്ക് 3 എണ്ണം തീർക്കാം, അല്ലെങ്കിൽ 1 or 2 കഴിയുകയാണെങ്കിൽ അതിനനുസരിച്ച് ചെയ്യണം എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ 3 റിങ് എങ്ങനെയാലും ഇവിടെ സെറ്റ് ചെയ്യാൻ പോവാണ്. അങ്ങനെ നമ്മൾ മെഷ് ഇവിടെ നമുക്ക് വേണ്ട അളവിൽ റൗണ്ടിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ കേബിൾ ടൈ ഉണ്ടല്ലോ, ടൈ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്ത് രണ്ടും കൂടി ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. വെൽഡിംഗ് ഒന്നുമല്ല, കേബിൾ ടൈ വെച്ചിട്ടാണ് ഇങ്ങനെ ജോയിൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. അങ്ങനെ 3 എണ്ണം നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ഈ ഒരു സ്പേസിൽ 3 ടാങ്കാണ് നമ്മൾ നിർമ്മിക്കാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഈ ഒരു നെറ്റിനകത്തായിട്ട് നമ്മൾ പഴയ ഫ്ലെക്സ്, അതുപോലെ തന്നെ പഴയ നെറ്റ്, ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഇതൊക്കെ വെച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ നിന്ന് കല്ലോ മുകളിൽ നിന്ന് വെള്ളം വെയിറ്റ് വരുന്ന സമയത്ത് അടിയിൽ നിന്ന് കല്ലോ വേരോ കുത്തിയിറങ്ങാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ളൊരു പ്രൊട്ടക്ഷൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയായാലും എന്ത് ചെയ്യാം, നമ്മൾ നിർമ്മിച്ചിട്ടുള്ള ഫ്ലെക്സ് നമുക്കിതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഫ്രണ്ട്സ്, അങ്ങനെ ഫൈനലി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള റൗണ്ട് ടാങ്കുകൾ ഓരോന്നായിട്ട് നമ്മൾ ഇറക്കി വെച്ച് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് ഇപ്പോൾ നമ്മളൊന്ന് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇത് ഒന്നവിടെ ഇരിക്കട്ടെ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള അടുത്ത ഒരു റൗണ്ട് ടാങ്കാണ് ഇത്.
ഇതിപ്പോൾ കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ ടാങ്ക്. ഇത് നമുക്ക് ഇറക്കി വെച്ച് കൊടുക്കണം. അങ്ങനെ നമ്മളിവിടെ നമ്മുടെ ഫ്ലെക്സ് കൊണ്ട് നമ്മൾ ഒട്ടിച്ചിട്ടുള്ള റൗണ്ട് ടാങ്ക് ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എക്സസൈസ് നിൽക്കുന്നതാണ്. നമ്മൾക്കറിയാം ഇവിടെ നമ്മൾ ഓൾറെഡി മെഷർ ചെയ്തിട്ട് ആ 2 ജോയിൻ്റ് തമ്മിൽ ഒട്ടിച്ചതിൻ്റെ ബാക്കിയത്. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് എക്സസൈഡ് ഒട്ടിക്കായിരുന്നു, നമ്മളത് ചെയ്തിട്ടില്ല. ഇനി നമ്മൾ ഇവിടെ എന്ത് ചെയ്യുക, ഓരോ സൈഡും നമ്മൾ ഇതേപോലെ റിമൗട്ട് ചെയ്ത് കൊടുക്കണം. ഞാൻ ഈ സൈഡിൽ നിന്ന് തന്നെ ഇങ്ങനെ തുടങ്ങുകയാണ്. അങ്ങനെ നമ്മൾ ഒരു ടാങ്ക് ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ്. ഇനിയിപ്പോൾ ഇതിൽ ചെറിയ ചെറിയ ചുളുക്കങ്ങളൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ പറ്റും. ഈ കാണുന്ന ചുളുക്കൊക്കെ നമുക്ക് വെള്ളം ഇതിൽ ലോഡാവുന്ന സമയത്ത് കുറേ ഇത് വലിഞ്ഞു പോകും. അപ്പോൾ ആ സമയത്താണ് നമ്മൾ ഉപയോഗിച്ച മെഷീൻ്റെ ക്വാളിറ്റി ഒക്കെ എത്രത്തോളം ഉണ്ടെന്നുള്ളത് വെള്ളത്തിൻ്റെ ലോഡ് വരുമ്പോഴേ അറിയുള്ളൂ. അപ്പോൾ എങ്ങനെയായാലും ഇതുവരെ നമ്മുടെ കാര്യങ്ങൾ സക്സസ് ആണ്. ഇനി നമുക്ക് വെള്ളം നിർത്തി നോക്കാം. ഫൈനലി അങ്ങനെ നമ്മുടെ ടാങ്ക് നിർമ്മാണം ഇവിടെ പൂർത്തിയായി. നമ്മൾ വെള്ളം നിറച്ചു ലൈവ് പ്ലാന്റ്സ് ഇട്ടിട്ടുണ്ട്. ഇനി 2-3 ദിവസം വെള്ളം പഴകിയതിന് ശേഷം നമുക്ക് ഗപ്പികൾ ഇതിലേക്ക് ആക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെക്സിൽ എന്തെങ്കിലും കെമിക്കൽ റിയാക്ഷൻ ഉണ്ടോ എന്നുള്ള പേടി ഉണ്ടെന്നുണ്ടെങ്കിൽ 2 ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ വെള്ളം മാറ്റി പുതിയ വെള്ളം ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, 2 ദിവസം കൂടി വെയിറ്റ് ചെയ്തിട്ട് ഗപ്പികളെ ആക്കാവുന്നതാണ്. നമുക്ക് ഈ ഒരു ടാങ്കിന് ഏകദേശം എക്സ്പെൻസ് വന്നത് 500 രൂപയോളം നമ്മൾ തുടക്കത്തിൽ എക്സ്പെൻസ് വന്നത് പറഞ്ഞു. അതുകൂടാതെ ഈ 3 എണ്ണത്തിനും കൂടി നമുക്ക് ഏകദേശം 150 രൂപയുടെ ഫ്ലക്സ് ഇവിടെ നമുക്ക് ചിലവായിട്ടുണ്ട്. ടോട്ടൽ അങ്ങനെ 500 + 150 650 രൂപയോളം നമുക്കിവിടെ എക്സ്പെൻസ് വന്നിട്ടുണ്ട്. ഇതിലിപ്പോൾ നമുക്കാണെങ്കിൽ നമ്മളിവിടെ യൂസ് ചെയ്ത ഗമ്മ് ഇനി ഒരുപാട് ഇതേപോലെ 3, 4, 5 ടാങ്കുകൾ ഒട്ടിക്കാനുള്ള ഗമ്മ് ഇപ്പോൾ നിലവിൽ നമ്മുടെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ കേബിൾ ടൈ ആണെങ്കിലും നമ്മുടെ കയ്യിൽ കുറച്ച് ബാലൻസ് ഉണ്ട്. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ 50 രൂപ മൈനസ് ചെയ്യുകയാണെങ്കിൽ 600 രൂപ ചിലവിൽ നമുക്ക് ഇതുപോലെ 3 ടാങ്കുകൾ നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. മൈ ഫാമിങ്ങിലെ അടുത്ത ദിവസത്തെ അപ്ഡേഷനുമായിട്ട് നമുക്ക് കാണാം.